ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 18. ഇനി നിർണായക ദിനങ്ങൾ. ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇത്തവണ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ ജനാധിപത്യ രാജ്യമായി നിലനിർത്താനും നമ്മുടെ ഭരണഘടനയും ഫെഡറലിസവും സംരക്ഷിക്കാനുമുള്ള പോരാട്ടമാണ്. വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന കനത്ത വെല്ലുവിളിയായ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ഉന്മാദത്തെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തി ചെറുക്കാനുള്ള അവസരം. ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്കായുള്ള എല്ലാ നീക്കങ്ങളെയും എതിർത്ത് പരാജയപ്പെടുത്തി ജനാധികാരത്തിൻ്റെ കരുത്ത് ഉറപ്പാക്കേണ്ട ചരിത്രപ്രധാനമായ തെരഞ്ഞെടുപ്പ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ട നാളുകളിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ഏറ്റുവാങ്ങി ജനതയാകെ കർമ്മോത്സുകരായി രംഗത്തു വരേണ്ട നാളുകൾ. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടമായി നടക്കുന്ന 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശനിയാഴ്ച പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 26-നാണ് തെരഞ്ഞെടുപ്പ്. തൊട്ടെണ്ണി പറഞ്ഞാൽ ഇനി 39 ദിനങ്ങൾ. മോദി ഭരണവും കോർപ്പറേറ്റ് മുതലാളിമാരും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലെ വമ്പൻ അഴിമതിയുടെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ മൂലധനവും രാഷ്ട്രീയ സംഭാവനയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തമായിരുന്നുവെന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബൊഫേഴ്സ് തോക്കിടപാടിലെ അഴിമതി രാജീവ് ഗാന്ധിയുടെ വാട്ടർലോ ആയതുപോലെ കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് മോദി ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ബോംബാകുമെന്ന് BJP തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ വെപ്രാളമാണ് പൗരത്വ ഭേദഗതി നിയമം തിരക്കിട്ട് വിജ്ഞാനം ചെയ്തതിലൂടെ രാജ്യം കണ്ടത്. കോൺഗ്രസും ഈ വമ്പൻ അഴിമതിയുടെ ഭാഗമാണ്. ഇലക്ട്രൽ ബോണ്ട് തെരഞ്ഞെടുപ്പിൽ സുപ്രധാന ചർച്ചാ വിഷയമാകും. 10 വർഷത്തെ മോദി ഭരണത്തിൽ സംഘപരിവാർ വിഷസർപ്പങ്ങൾ പത്തി വിടർത്തിയാടുകയായിരുന്നു. തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കുകയായിരുന്നു. ജനതയുടെ മേൽ ബഹുമുഖ ആക്രമണമാണ് ഉണ്ടായത്. ഇന്ത്യൻ ജനതയുടെ മൗലിക സ്വഭാവമായ ഐക്യവും സഹിഷ്ണുതയും തകർക്കാനായിരുന്നു എല്ലാ നീക്കവും. മുസ്ലിം വിരോധം ആളിക്കത്തിക്കാനും മുസ്ലിം ചിഹ്നങ്ങൾ തന്നെ ഇല്ലാതാക്കാനും ജനങ്ങളെ മതപരമായി വേർതിരിക്കാനും വ്യാപകമായ ശ്രമമുണ്ടായി. കശ്മീരിനെ വിഭജിച്ചതും പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും പൗരത്വ നിയമ ഭേദഗതിയും ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്ര നിർമ്മാണവുമെല്ലാം ഹിന്ദുത്വ അജണ്ട നടപ്പാക്കലായിരുന്നു. ഒരു വശത്ത് ഇതാണ് സംഭവിച്ചെങ്കിൽ മറുവശത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായ കാർഷിക, ഗ്രാമീണ, അനൗപചാരിക മേഖലകളെ തകർത്തെറിഞ്ഞു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമായി. സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവരുടെ ജീവിതം ദയനീയമായി. ഈയൊരു സാഹചര്യത്തിൽ രാജ്യത്തെ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിച്ച് മോദി ഭരണത്തെ താഴെയിറക്കലാണ് മതനിരപേക്ഷ പാർട്ടികളുടെ ദൗത്യം. അതിന് ഓരോ സംസ്ഥാനത്തെയും BJP വിരുദ്ധ കക്ഷികളെ ഐക്യത്തോടെ ചേർത്ത് നിർത്താൻ കഴിയണം. ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ഇത്തരം വലിയ സാധ്യതകളുണ്ടെന്നത് പ്രതീക്ഷയും ആശ്വാസവും ശക്തിയുമാണ്. ഇന്ത്യ കൂട്ടായ്മ ഈ വഴിയിൽ മുന്നേറുന്നുമുണ്ട്. ഡൽഹി, പഞ്ചാബ്, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കൂട്ടായ്മ സീറ്റ് ധാരണയിലായിട്ടുണ്ട്. എന്നാൽ കൂട്ടായ്മയിലെ മുഖ്യ പാർട്ടിയായ കോൺഗ്രസിൻ്റെ നിലപാട് BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുന്നതിന് സഹായകരമല്ല. BJPയുടെ തീവ്ര ഹിന്ദുത്വവും കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വവും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതാണ് പലയിടത്തും കാണുന്നത്. മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് പ്രമുഖ നേതാക്കളടക്കം BJPയിലേക്ക് പോകുന്ന പ്രവണതയും തുടരുന്നു. BJPയെ എല്ലുറപ്പോടെ നേരിടാൻ കോൺഗ്രസിനാവില്ലെന്ന് വ്യക്തമാകുന്ന സാഹചര്യം. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള ദേശീയ നേതാക്കൾ തന്നെ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാകാതെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇടതുപക്ഷ വിരുദ്ധതയും BJP അനുകൂല മനോഭാവവും ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഉറപ്പ്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയാകെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരിടമാണ് കൊച്ചു കേരളം. ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര ഇന്ത്യയെ നിലനിർത്താൻ നടക്കുന്ന ഏത് പോരാട്ടത്തിൻ്റെ മഹാബലമായി ശക്തി സ്രോതസ്സായി ഇടതുപക്ഷം നിലകൊള്ളുന്ന മണ്ണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ദിവസങ്ങൾക്ക് മുമ്പേ പ്രചാരണ രംഗത്ത് മുന്നേറിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ ദീപ്തി പരത്താൻ എല്ലാ അർത്ഥത്തിലും ശേഷിയും അറിവും പ്രതിഭയും അനുഭവവും പൊതുസ്വീകാര്യതയും ഉള്ളവരാണ് LDFൻ്റെ സ്ഥാനാർത്ഥികൾ. BJP നേരിടാൻ കരുത്തുള്ളവർ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഭരണഘടനയുടെ ബലം കുടികൊള്ളുന്നത് അതിനെ പ്രതിരോധിക്കാനുള്ള ജനങ്ങളുടെ നെഞ്ചൂക്കിലാണ്. അതെ, ജനങ്ങളുടെ ആ നെഞ്ചൂക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കേണ്ടത്. ഭരണഘടന ഉയർത്തിപ്പിടിക്കലാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹമെന്ന് പ്രഖ്യാപിച്ച് ഇടതുപക്ഷം ജനങ്ങൾക്ക് മുന്നിലുണ്ട്.